ഖത്തറിൽ നിന്ന് പിതാവ് സുരേഷ് കൂവാട്ടാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടുന്നതിനിടെ ചൂരൽമലയിലെ സുജാതയ്ക്കുണ്ടായ വാർത്ത വാട്സാപ്പിൽ മകൾക്ക് പങ്കുവച്ചത്. സുജാതയും കൊച്ചുമകളും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നതും തുടർന്നുണ്ടായ അനുഭവമായിരുന്നു അത്. കണ്ണീരോടെയുള്ള സുജാതയുടെ വാക്കുകൾ കേട്ടതോടെ അവന്തിക അന്ന് രാത്രി തന്നെ അവരുടെ അനുഭവം ക്യാൻവാസിലേക്ക് മനോഹരമായി പകർത്തി. മകൾ വരച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് പങ്കുവച്ചതോടെ അഭിനന്ദന പ്രവാഹവുമായി. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന കേരള സർക്കാരിൻ്റെ ഈ പ്രവൃത്തിക്ക്, ഈ കൊച്ചുകുട്ടിയുടെ വലിയ സംഭാവനക്ക് ഞങ്ങളുടെ ചെറിയ ഒരു ഇടപെടൽ കൂടി നടത്തിക്കൊണ്ട് ഇത് ഏറ്റുവാങ്ങുന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് കണ്ട് മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ അധികൃതർ ചിത്രം വാങ്ങാനെത്തി. ചിത്രം വിറ്റ് കിട്ടിയ 5000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അവന്തികയും കുടുംബവും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. സാരംഗ് സുരേഷാണ് നമ്മുടെ കൂടെയുള്ളത്. സാരംഗെ, കുടുക്ക പൊട്ടിച്ച് കിട്ടുന്ന പണം, സൈക്കിള് വാങ്ങാൻ വേണ്ടിയിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന പണം, ഇതെല്ലാം ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന കുഞ്ഞുങ്ങളുടെ വാർത്തയെ ഇത്രയും ദിവസം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് വലിയ ഉദാഹരണങ്ങൾ പറയുന്നതിനിടയിലും അവന്തികയെ പോലുള്ള കുട്ടികളുടെ ആ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. കൊച്ചു കുട്ടികൾ മുതൽ വയോധികർ വരെ തങ്ങളാൽ കഴിയാവുന്ന എല്ലാ സഹായവുമായിട്ട് വയനാടിനെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്നത്. നാടും നഗരവും ഒക്കെ ഒരുപോലെ ഒരുമിക്കുകയാണ്. കാരണം നമ്മുടെ സഹോദരന്മാരെ സഹായിക്കാനായിട്ട്. അത്തരത്തിലൊരു അവസരത്തിലാണ് ഇത്തരത്തിൽ കണ്ണൂർ ചെമ്പാട് സ്വദേശിനിയായിട്ടുള്ള അവന്തികയ്ക്ക്, ആ കുട്ടിക്ക് ഇതുപോലെ തന്നെ ഒരു ആശയം പെട്ടെന്ന് മനസ്സിലുദിക്കുന്നത്. ഇത്തരത്തിൽ പ്രളയത്തിൻ്റെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലിൻ്റെ നേർസാക്ഷിയായിട്ടുള്ള സുജാത ചേച്ചിയും അവരുടെ കുടുംബവും അവർ നമ്മളോടൊക്കെ തന്നെ പങ്കുവെച്ച അവരുടെ ഒരു അനുഭവമുണ്ട്. ഈ ഉരുൾപൊട്ടലിനെ എന്ന ഭയത്തിൽ നിന്ന് കാട്ടിലേക്ക് ഓടിക്കയറിയ സമയത്ത് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെട്ടുപോയൊരവസ്ഥ. ആ വാർത്തയറിഞ്ഞ് അതിനെ ഈ കുട്ടി ഒരു ചിത്രഭാഷ്യമാക്കി മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ അത് ചിത്രം വരച്ചു. കുട്ടിയുടെ അച്ഛൻ ഇതുപോലെ തന്നെ ആ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. നിരവധി ഷെയറുകളും ലൈക്കുകളും ഒക്കെ തന്നെ ലഭിച്ചു. ആ സമയത്താണ് കുട്ടിക്ക് ഇതുപോലെ തന്നെ, കുട്ടിക്കും കുട്ടിയുടെ കുടുംബത്തിനും അവന്തികയുടെ കുടുംബത്തിനും ഇങ്ങനെ ഒരു ആശയം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചിത്രം ലേലത്തിൽ വെക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ടാവുമെന്ന് ആ കുട്ടി പരിശോധിച്ചു. കാരണം ആ കിട്ടുന്ന തുക പിന്നീട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം എന്നുള്ള തീരുമാനം കൂടെ അവരെടുത്തു. ശരിയാണ് സാരംഗെ, എന്തായാലും നല്ലൊരു കാര്യമാണ് ആ മോള് ചെയ്തത്. അങ്ങനെ അവന്തികയെ പോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ കേരളം ഒന്നാകെ വയനാടിന് വേണ്ടിയിട്ട് കൈകോർക്കുകയാണ്. അതിൽ നമുക്കെല്ലാം അഭിമാനിക്കാമല്ലേ. മറ്റൊരു കാര്യം കൂടി, മനോഹരമായിട്ട് ചിത്രം വരച്ചിട്ടുണ്ട് അവന്തിക. ആ ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്.